ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ചെറിയ ചെറിയ ടിപ്സുകളായിട്ട് കുറച്ച് ചെറിയ വീഡിയോസുകൾ ചെയ്യാൻ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമായിട്ടുള്ള കുറച്ച് വീഡിയോസുകളൂടി നിങ്ങൾക്കായിട്ട് ഇടുന്നുണ്ട്. അപ്പം നിങ്ങളത് കണ്ടു നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാം. എന്നാൽ അതിനകത്ത് പെർഫെക്ഷൻ കൊണ്ടുവരുന്നതാണല്ലോ നമുക്ക് അതിനകത്ത് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യം. അപ്പോൾ അങ്ങനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ആദ്യത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ കാണിക്കുന്നത് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് ഇപ്പോൾ നെക്കിനാണേലും ബ്ലൗസിൻ്റെ നെക്ക് നമ്മൾ അടിക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ പൈപ്പിങ്ങിന് ഒക്കെ നമ്മൾ ക്രോസ് പീസുകൾ കട്ട് ചെയ്യും. അത് പലരും കട്ട് ചെയ്തെടുക്കുന്നത് വരെ കറക്റ്റാണ്. എന്നാൽ അതെങ്ങനെ ജോയിൻ ചെയ്യുന്നു, അത് ആ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ കയറ്റിയിറക്കം ഒന്നും വരാണ്ട് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കാനായിട്ട് ഞാനിതൊരു സ്ക്വയർ പീസ് തുണി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതെന്ന് ആദ്യം കാണിച്ചു തരാം. ക്രോസ് പീസ് എന്തിനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്? ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് നമുക്ക് നല്ല ഇപ്പോൾ കഴുത്ത് നമുക്ക് യു ഷേപ്പ് ആണെന്ന് ഓർത്തോ. യു ഷേപ്പ് കഴുത്തിന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് കട്ട് ചെയ്ത് മറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ യു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. കറക്റ്റായിട്ട് അത് കിട്ടണമെങ്കിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മളത് പിടിപ്പിക്കാൻ. അപ്പം എന്തായി, ആ ഒരു വലിച്ചിൽ വരും. ക്രോസ് പീസിന് ഞാനിപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. ക്രോസ് ആയിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ കണ്ട വലിയണത് കണ്ട, ഇത് നല്ല വലിഞ്ഞ് നല്ല സ്ട്രെച്ചാവും, റബ്ബർ ബാൻഡ് പോലെ. എന്നാൽ വളഞ്ഞ് ഇതുപോലെ വരും. എന്നാൽ ഞാനിപ്പോൾ സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ എത്ര വലിച്ചെന്ന് പറഞ്ഞാലും, ഇത് കണ്ടോ, വലിച്ചെന്ന് പറഞ്ഞാലും അത് വലിയില്ല. അതാണ് ഈ ക്രോസ് പീസിൻ്റെയും സ്ട്രെയിറ്റ് പീസിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രോസ് പീസുകൾ കഴുത്തിന് ഇങ്ങനെ വളവുള്ള വശങ്ങളിലൊക്കെ ഫിനിഷിംഗ് ആയിട്ട് അടിക്കാനായിട്ട്. അതിപ്പോൾ കഴുത്ത് വേണം എന്നൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു നൈറ്റിയിൽ പോക്കറ്റ് വയ്ക്കുന്നതിനകത്ത് ഞാൻ കാണിച്ചില്ലേ, ആ പോക്കറ്റിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് വരാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ക്രോസ് പീസ് കൊടുത്തത്. അതിപ്പോൾ നമ്മൾ ഏത് കർവ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളും വൃത്തിയിൽ തയ്ക്കാനായിട്ട് നമ്മൾ ക്രോസ് പീസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് വൃത്തിയിൽ കിട്ടും. എന്നാൽ സ്ട്രെയിറ്റ് പീസ് വെച്ച് ചെയ്താൽ അത് നമുക്ക് കിട്ടില്ല. ഓക്കെ, ബ്ലൗസിൻ്റെ ക്രോസ് പീസ് വെച്ച് നമ്മൾ മടക്കി അടിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു റൗണ്ട് കറക്റ്റ് ഷേപ്പിൽ കിട്ടുക. പിന്നെ നമ്മൾ ഹെം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഹെം ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് നൂലിങ്ങനെ വലിച്ച് ടൈറ്റാക്കി ഹെം ചെയ്യരുത്. ഹെം ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ ഹെം ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫിനിഷിങ് അല്ലാണ്ട് വരുന്നത്. ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നത്. ഫ്രീ ആയിട്ട് ഹെം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പൈപ്പിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അല്ലാണ്ട് ഇതിനെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ചിലർ സ്റ്റിച്ച് ചെയ്യുമ്പം ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ വലിച്ചു പിടിച്ചിങ്ങനെ അടിക്കും. അപ്പോഴാണ് നമ്മുടെ സ്റ്റിച്ചിങ് ആ ഒരു പോർഷനിൽ പെർഫെക്റ്റ് അല്ലാണ്ട് വരുന്നതും ഈ പറഞ്ഞ പോലെ ഒരു വലിച്ചിൽ ഫീൽ ചെയ്യുന്നതും. നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്ത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നോളും. ഓക്കെ, ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിപ്പോൾ സാരി ബ്ലൗസിൻ്റെ ഈ ഒരു നെക്കിന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ക്രോസ് പീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതുപോലെ പൈപ്പിങ് നൈറ്റിക്ക് കഴുത്തിൻ്റെ അവിടെ ഞാൻ പൈപ്പിങ് പോലെ കൊടുത്തതും ഇതെല്ലാം നമ്മൾ ക്രോസ് പീസാണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം അതുപോലെയുള്ള ഏത് കർവ്ഡ് പോർഷൻ നമുക്ക് റെഡിയാക്കാനും നമ്മൾ ക്രോസ് പീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനങ്ങനെ സ്കെയിൽ വെച്ചൊന്നും കട്ട് ചെയ്യാറില്ല, വരയ്ക്കാറില്ല. കണ്ടോ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നമ്മുടെ സ്ക്വയർ പീസാണല്ലോ, സ്ക്വയർ പീസ്
ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് അത് സ്ട്രെയിറ്റ് പീസായി. എന്നാൽ ഈ കോണിനും ഈ കോണിനും കോണുക്ക് കോൺ അതാണ് ക്രോസ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ കോണിന്റെ ഒരു സൈഡിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ക്രോസ് പീസിന്റെ സൈസ് 1 ഇഞ്ച്, ചിലപ്പോൾ പൈപ്പിങ്ങിനൊക്കെ ആണെങ്കിൽ 1.25 ഇഞ്ച്, അങ്ങനെ നമ്മളുടെ യൂസ് അനുസരിച്ച് നമ്മൾ വണ്ണം തീരുമാനിക്കണം. ഇപ്പം ബ്ലൗസിന്റെ ഒക്കെ നമ്മൾ അടിക്കാനായിട്ട് നമ്മൾ 1 ഇഞ്ചിന്റെ പൈപ്പിങ്ങിന്റെ ക്രോസ് പീസ് മതി. പൈപ്പിങ് ചെയ്യാനൊക്കെയാണ് നമ്മൾ 1.25 ഇഞ്ച് ഇടുന്നത്. പൈപ്പിങ്ങിന്റെ വീഡിയോ ഞാൻ വേറെ ഇടാം. ഇതിപ്പോ ഞാൻ ക്രോസ് പീസ് ബ്ലൗസിന് നമ്മൾ ക്രോസ് പീസ് എങ്ങനെയാ വെക്കുന്നതെന്നുള്ളതാണ് ഞാനിപ്പോ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനൊരു 1 ഇഞ്ച് വലിപ്പത്തില് കട്ട് ചെയ്തെടുക്കുക. ഉണ്ടോ, ഇതൊരു പീസ്. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോവുക. ഇപ്പൊ നമ്മൾ ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നാണ് ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത്. ഇതുണ്ടോ, ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് വരും. ഇപ്പൊ സ്ലാൻഡിങ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, സ്ലാൻഡിങ് അല്ലല്ലോ. അപ്പൊ നമ്മള് ഇതിനെ ഒരുമിച്ചെടുക്കുക. ഈ ഒരു പീസിനെ രണ്ടിനെ ഒരുമിച്ച് ജോയിൻ ചെയ്യാനുള്ള 2 പീസുകളെ നമ്മൾ ഒരുമിച്ചെടുക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ അതിനെ, ഇതിപ്പോ നല്ല വശവും ചീത്ത വശവും ഒന്നും ഇല്ല കേട്ടോ ഈ തുണിക്ക്. നല്ല വശം ഉണ്ടെങ്കിൽ നല്ല വശവും ചീത്ത വശവും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അത് വെക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും, ഞാനിതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവാം, ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ വെച്ച് സ്ലാൻഡിങ് ആയിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്യും. കണ്ടോ, സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് വയ്ക്കുന്നത്. കണ്ടോ, ഒരു സ്ലാൻഡിങ് ഇങ്ങോട്ടും ഒരു സ്ലാൻഡിങ് ഇങ്ങോട്ടും. എന്നിട്ട് ഇതിങ്ങനെ ഒപ്പം വെക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടോ? ഇതിന് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കയറ്റി വയ്ക്കണമെങ്കിൽ അങ്ങനെയും കയറ്റി വയ്ക്കാം. കയറ്റി വെച്ചുകൊണ്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് വരേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഈ 2 കുഴിയുണ്ടല്ലോ, ഈ 2ഉം കൂടി വന്നേക്കണം. ഈ കുഴിയിൽ നിന്ന് ഇപ്പുറത്തെ ഇവിടുത്തെ കണ്ടോ കുഴി, ആ ഒരു കുഴിയിലേക്കാണ് അടിപ്പ് വരേണ്ടത്, സ്റ്റിച്ച് വരേണ്ടത്. നല്ല കറക്റ്റ് ഒപ്പം വരും. കണ്ട, ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇപ്പം നമ്മൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്യാൻ വെക്കുമ്പോൾ ഇപ്പം നല്ല വശം ചീത്ത വശമുള്ള തുണിയാണെങ്കിൽ നല്ല വശം 2ന്റെ മുകളിൽ വരിക. ഇത് നല്ല വശവും ഇതിന്റെ നല്ല വശം മുകളിൽ, ചീത്ത വശം അടിയിൽ വരുന്ന പോലെ വെക്കുക. എന്നിട്ടാണ് നമ്മളിങ്ങനെ ക്രോസ് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ തിരിച്ച് മുകളിലത്തെ പീസിനെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടാണ് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഇത് നല്ല വശം, ഈ തിരിഞ്ഞു വരുമ്പോഴത്തേക്കും നല്ല വശം അടിയിലേക്കും ആയിട്ട് വരും. അപ്പൊ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് നല്ല വശം 2ഉം ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. നമ്മൾ ഈ സ്ലാൻഡിങ് ആയിട്ട് വെട്ടിയതിനെ നമ്മൾ 2ഉം ഇങ്ങനെ എടുത്തു വെച്ചു. കണ്ടോ, ക്രോസ് പോലെ ഒരു ക്രോസ് എടുത്ത് വെക്കണ പോലെ തന്നെ എടുത്തു വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ഒരു 2 കൂടി ജോയിൻ വരുന്ന ആ ഒരു കട്ട് പോലത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിൽ നിന്ന് ഇപ്പുറത്തെ ആ ഒരു 2 പീസും വരുന്ന ആ ഒരു ഗ്യാപ്പ് പോലെ ഉണ്ടല്ലോ, ഈ ഒരു കർവ്ഡ് പോർഷൻ, ആ ഒരു പോർഷനിലേക്കാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യാണ്. കണ്ടോ, നമ്മൾ ഈ തയ്യൽ തുമ്പ് കിടക്കുന്നത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക.
നമ്മുടെ പീസ് വരുന്നതുണ്ടോ, നല്ല കറക്റ്റ് ഒപ്പത്തിനൊപ്പം വരും. നമ്മൾ ജോയിന്റ് കൊടുത്തതാന്നേ അറിയാത്ത വിധത്തിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ടിപ്പുമായിട്ട് വീണ്ടും വരാം. താങ്ക്